അസ്സലാമു അലൈക്കും. ഉണ്ടോ ചോദ്യം? സാർ, പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ നമ്മൾ സമസ്ത എന്ന് പറഞ്ഞപ്പോൾ നമ്മളിപ്പോൾ നിങ്ങളുടെ പ്രസംഗത്തിൽ നമ്മൾ ഇതിൽ നിന്ന് കിട്ടിയത് നമ്മൾക്ക് ശിർക്ക് ചെയ്യുന്ന ആളുകളായിട്ടാണോ അതോ ബിദ്അത്ത് ചെയ്യുന്ന ആളുകളൊക്കെ ആയിട്ടാണല്ലോ അല്ലേ? എല്ലാ സമസ്തക്കാരും അങ്ങനെയാണ് എന്നുള്ളത് തന്നെയാണ് നമ്മൾ വെപ്പ്. അപ്പോൾ നമ്മൾ എന്തായാലും ചില നാട്ടിലൊന്നും സലഫി പള്ളികളില്ല. സാധാ കോമൺ ചോദ്യമാണ്, ഇപ്പോഴും വരുന്ന ചോദ്യമാണ്. ഇപ്പോൾ ഞാൻ ഇരുമ്പുഴിക്കാരൻ, നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ ഇരുമ്പുഴി പള്ളി നമ്മുടെ തൊട്ടടുത്ത പള്ളിയുണ്ട്, ഹൈസ്കൂളിൻ്റെ അടുത്തുള്ള പള്ളി. നമുക്ക് എന്തായാലും സുബൈക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ. പിന്നെ അങ്ങനെ തലക്ക് കേക്കൻ്റെ പള്ളിക്ക് അങ്ങോട്ട് എത്തണം, നമ്മുടെ സലഫി പള്ളിക്ക്. ചിലപ്പോൾ നമ്മൾ അവിടെ എത്തുള്ളൂ, എന്നാലും നമ്മൾ ചിലപ്പോൾ അവിടെ നിസ്കരിക്കേണ്ടി വരും. അപ്പോൾ പിന്തുടരേണ്ടത് നമ്മളെ ക്ലാസ്സിൽ നമ്മളെ സ്ഥിരമായിട്ട് സെൻറ്ററിൽ വരുന്ന സെൻറ്ററിൽ വരുന്ന ആളുകളും അവിടെ പള്ളിയിൽ നിസ്കരിക്കാൻ പോകുന്നുണ്ട്, നമ്മുടെ തൊട്ടടുത്തുള്ള പള്ളിയിൽ. അപ്പോൾ സമസ്ത പള്ളിയിൽ അങ്ങനത്തെ ഒരു അവസ്ഥ വരികയാണ്. പിന്നെ അത് മാത്രമല്ല, ഇനി ഇതൊന്നും അല്ല എങ്കിലും ഇനി ആ നാട്ടിൽ ഒരാൾ മരിച്ചാൽ നമ്മളെ മയ്യത്തിൻ്റെ പോയിട്ട് ഇമാമ പള്ളിയിലെ ഇമാമായിരിക്കും അല്ലേ, സമസ്തയുടെ ഇമാമായിരിക്കും, അയാളെ തുടർന്നായിരിക്കും നമ്മൾ നിസ്കരിക്കേണ്ടി വരിക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ എന്താ ചെയ്യുക? നിസ്കരിക്കാതിരിക്കുക, അതോ പോവാതിരിക്കുക, മയ്യത്ത് നിസ്കരിക്കാതിരിക്കുക, അതോ പിന്നെ മൗനം പാലിച്ച് അതിൻ്റെ ഒപ്പം തുടരുക, പിന്നെ മൗനസമ്മതം നൽകുക, എന്താ വേണ്ടതെന്നൊന്ന് അറിയിച്ചാൽ നന്നായിരുന്നു. പൊതുവേ നമ്മൾ മുസ്ലിമീങ്ങളായി തന്നെയാണ് എല്ലാവരെയും കണക്കാക്കുന്നത്. നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ മാത്രമല്ല, ഏത് കാര്യത്തിലും ഒരു മുസ്ലിമിന് എന്തെല്ലാം അവകാശങ്ങളുണ്ടോ ആ അവകാശങ്ങളെല്ലാം മൊത്തത്തിലും പേരുകൊണ്ട് മുസ്ലിമായ എല്ലാവർക്കും വകവെച്ച് കൊടുക്കുന്നു. അതാണ് അസ്ലി. ഒരാൾ പേരുകൊണ്ട് മുസ്ലിമാണ്, ഞാൻ മുസ്ലിമാണ് അയാൾ വാദിക്കുന്നു എങ്കിൽ മുസ്ലിമീങ്ങളെ എല്ലാ അവകാശങ്ങളും അയാൾക്കുണ്ട്, മുസ്ലിമീങ്ങളെ എല്ലാ ബാധ്യതയും അയാൾക്കും ബാധകമാണ്. അതുകൊണ്ട് അങ്ങനത്തെ മരിച്ചാൽ അയാൾ മയ്യത്ത് നിസ്കരിക്കണം, അയാൾ മയ്യത്ത് കുളിപ്പിക്കണം, മയ്യത്ത് കഫൻ ചെയ്യണം, മയ്യത്ത് മറമാടണം. അത് അയാൾക്കുള്ള അവകാശമാണ്. ബാക്കി അയാളും പഠിച്ചവനും കൂടെ ആവട്ടെ. എന്നാൽ പരസ്യമായി ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നൊരു കാര്യം ചെയ്തു, വ്യാഖ്യാനിക്കാൻ വകുപ്പില്ലാത്ത ഒരു ശിർക്ക് ചെയ്തു, വ്യാഖ്യാനിക്കാൻ വകുപ്പില്ലാത്ത ഒരു കുഫ്ർ ചെയ്തു എങ്കിൽ അയാളുടെ കാര്യത്തിൽ പിന്നെ നിയമം മാറും. വ്യക്തമായി ഇത് ശിർക്കാണെന്നോ ശിർക്കല്ലെന്നോ വ്യാഖ്യാനിക്കാൻ ഒരു വകുപ്പുമില്ല. അത്ര പച്ചക്കുള്ള ശിർക്കോ കുഫ്രത്തം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഓരോ കാര്യത്തിൽ നമുക്ക് ഈ ഹുക്കം കൊടുക്കാൻ കഴിയില്ല. എന്നാലും ബാഹ്യമായി അയാളെ മുസ്ലിമായി കണക്കാക്കി പോകും. പിന്നെ ഇസ്ലാമിക ഭരണമുള്ള രാജ്യത്തൊക്കെ ആണെങ്കിൽ അവർ കോടതിയിൽ കേസ് കൊടുക്കാം, കോടതി അയാളെ വിളിപ്പിക്കും, വിചാരണ ചെയ്യും, അയാൾ ചോദിച്ചറിയും, അപ്പോൾ അയാൾ നിലപാടുകൾ പറയും. അപ്പോൾ കോടതി ഇപ്പോൾ ഓർഡർ ഇട്ടും ഇയാൾ മുസ്ലിം അല്ല. അങ്ങനെ കോടതി ഓർഡർ ഇട്ടാൽ നമുക്ക് ആ വ്യക്തിയെപ്പറ്റി പിന്നെ പറയാം. അല്ലാത്തത്തോളം നമുക്ക് വ്യക്തിയെപ്പറ്റി പറയാൻ അവകാശമില്ല. വ്യക്തികളെ തഴയും ചെയ്തുകൊണ്ട്, വ്യക്തിയെ പ്രത്യേകം നിശ്ചയിച്ചുകൊണ്ട് ഇന്നാൾ മുസ്ലിമാണ് ഇന്നാൾ മുസ്ലിം അല്ല എന്ന് പറയാൻ നമുക്ക് അവകാശമില്ല. പൊതുവായി പറയാം. ഇപ്പോൾ നിസ്കാരം ഒഴിവാക്കിയവൻ കാഫിറാകുന്നു വ്യക്തമായി ഹദീസുള്ളതാണല്ലോ. എന്നാൽ നമ്മുടെ നാട്ടിൽ നിസ്കരിക്കുന്നില്ല, പേരുകൊണ്ട് മുസ്ലിമാണ്, നമ്മൾ ഓന് മുസ്ലിം അല്ല എന്ന് പറയാൻ നമുക്ക് അവകാശമില്ല. നമുക്ക് പൊതുവായി പറയാം നിസ്കരിക്കാത്തവൻ കാഫിറാണ്, ഒരു പറഞ്ഞെടുക്കാണ് നിസ്കരിക്കണം, ഇത് വലിയ ഗൗരവമാണ്, കാഫിറാണ്, പണിയാണ് എന്നൊക്കെ പറഞ്ഞെടുക്കാം. അപ്പോൾ ഞാൻ കാഫിറാണ് വെച്ചാലോ അല്ലാഹു അഅലം, അത് റബ്ബ് തീരുമാനിച്ചോട്ടെ. അയാൾക്കെന്ത് ഇളവുണ്ടാകുമോ നമുക്കറിയില്ല. ചില വിഷയങ്ങളിൽ ചില ഇളവുകളുണ്ടാവും, അറിവില്ലായ്മ ഇളവായി മാറും, അതേപോലെ തെറ്റായ വ്യാഖ്യാനങ്ങൾ ചിലപ്പോൾ ഇളവായി മാറും. എല്ലാവർക്കും കിട്ടിക്കൊള്ളുന്നില്ല, എപ്പോഴും കിട്ടിക്കൊള്ളുന്നില്ല, അത് റബ്ബ് തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ സാധാരണ മുസ്ലിമായി അറിയപ്പെടുന്ന, മുസ്ലിമായി ജീവിക്കുന്ന ആളുകളെ മുസ്ലിമായി കണക്കാക്കുന്നു. അവർ ശിർക്ക് ചെയ്യുന്നുണ്ടാവാം, കുഫ്ർ ചെയ്യുന്നുണ്ടാവാം, ഹറാമ് ചെയ്യുന്നുണ്ടാവാം, അതേപോലെ വ്യത്യസ്തമായ തോന്നിവാസങ്ങൾ ചെയ്യുന്നുണ്ടാവാം. അതൊക്കെ റബ്ബിൻ്റെ വക്കിൽ തീരുമാനിക്കപ്പെടേണ്ട കാര്യമാണ്. എന്നാൽ നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ മാത്രമായിട്ട് നമുക്ക് ഹുക്കുമുണ്ടോ? ഇല്ല. നിസ്കാരത്തിന് മാത്രം, ബാക്കിയൊന്നും കുഴപ്പമില്ല, ഓരോ മുള കെട്ടാം, മുഖം കെട്ടിച്ചു കൊടുക്കാം, മരിച്ച സ്വത്ത് അവകാശം എടുക്കാം, അതിലൊന്നും പ്രശ്നമില്ല. നിസ്കാരത്തിന് മാത്രം ഒരു മസല അങ്ങനൊന്നുമില്ല. എല്ലാത്തിനും ഒരുപോലെയാണ് ഈ വിഷയങ്ങളിൽ കാണേണ്ടത്. എന്നാൽ ഇതൊന്നും ഇല്ലാത്ത അഹ്ലുസുന്നയിൽപ്പെട്ട ശരിയായൊരു ഇമാമിലേക്ക് നിസ്കരിക്കാൻ സൗകര്യമുണ്ട് എങ്കിൽ അവിടെ തന്നെ നമ്മൾ അത് പിന്നെ മുൻതൂക്കം നൽകേണ്ടത്. അങ്ങനത്തെ പള്ളിയുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കൊക്കെ നിങ്ങൾ അപ്പുറം പള്ളിയുണ്ട്, നിങ്ങളെ 2 കിലോമീറ്റർ അപ്പുറത്ത് പോയും പള്ളിയിട്ടും ഇപ്പോഴും വന്നാലും പള്ളിയിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പള്ളികൾ ഉള്ളയിടത്തും അത് തന്നെയാണ് പരമാവധി ഉപയോഗപ്പെടുത്തുക. അല്ലാത്തൊരു പള്ളിയിൽ കയറി നിസ്കരിച്ച് പോയി ആ ഇമാമിനെ കൂടിപ്പോയി നമ്മൾ നിസ്കാരം ശരിയാവില്ല എന്ന് പറയാൻ കഴിയില്ല. പൊതുവായി പഠിപ്പിക്കപ്പെട്ടത് ഖൽഫ കുല്ലി ബർരിൻ വഫാജിർ, എല്ലാ നല്ലവൻ്റെയും എല്ലാ തെമ്മാടിയുടെയും പിറകിൽ നിസ്കരിക്കുക. ഇതാണ് അഹ്ലുസുന്ന പൊതുവെ സ്വീകരിച്ച നയം. എല്ലാ നല്ലവൻ്റെയും എല്ലാ തെമ്മാടിയും പിറകിൽ നിസ്കാരം നിർവഹിക്കുന്നുണ്ടോ അവിടെ നിസ്കരിക്കാം. അതാണ് പൊതുവായ അസ്ൽ. അത് മൊത്തത്തിൽ നമുക്ക് എടുക്കാം. ചില വ്യക്തികളുടെ കാര്യത്തിൽ നമ്മൾ ഇപ്പോൾ മാറിക്കേണ്ടി വരും. ഒരു വ്യക്തി അയിമാക്കുന്ന വ്യക്തി അത്രയും പച്ചയായി ഇത് ശിർക്ക് ചെയ്യുന്ന, അത് ന്യായീകരിക്കുന്ന, അതിനുവേണ്ടി തെളിവുണ്ടാക്കുന്ന, അതിലേക്ക് ആളെ കൂട്ടുന്ന വ്യക്തി നമുക്കറിയാം. അവിടെ പക്ഷെ നമുക്ക് മാറിക്കാം. പൊതുവായി പറയുമ്പോൾ നമുക്ക് മുസ്ലിമായി അറിയപ്പെട്ട എല്ലാവരുടെയും പിറകിൽ നിസ്കരിക്കുക. അതാണ് പൊതുവായ അസ്ലി. സ്വഹാബത്തിൻ്റെയും താബികൾക്ക് മാതൃകയിൽ നമുക്കത് കാണാൻ കഴിയും. മിമ്പറുമെന്ന് വരെ കൊലവിളി നടത്തിയ ആളാണ് ഹജ്ജാജ് ഇബ്നു യൂസുഫ്. മദ്യപിച്ചതാണ്, മിമ്പറുമെന്ന് നേരെ വധഭീഷണി മുഴക്കിയാളാണ്. അവരെ പിറകിൽ സ്വഹാബികൾ നിസ്കരിച്ച് കാണാൻ പറ്റും. സമാനമായ പല സംഭവങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ പൊതുവെ ഇമാം തുഹാബിയുടെ അഖീദ് തുഹാബിയിൽ അദ്ദേഹം നമ്മുടെ അസ്ലായി പഠിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എല്ലാ നല്ലവൻ്റെയും എല്ലാ തെമ്മാടിയുടെയും പിറകിൽ നിസ്കരിക്കൽ ജായിസാണ് എന്നാണ് നമ്മുടെ അസ്ലി എന്ന് പറഞ്ഞു. അതാണ് പൊതുവായ നയം.
അത് പ്രകാരം നമുക്ക് പൊതുവായി വിധി പറയാം. എന്നാൽ ഒരു ഇമാമിൻ്റെ കാര്യത്തിൽ വ്യക്തമായി നമുക്ക് അറിയുമെങ്കിൽ ഒരു പക്ഷേ നമുക്ക് അവിടെ മാറിക്കേണ്ടി വന്നേക്കാം. ഇതൊന്നും അല്ലാത്ത സുന്നത്ത് പ്രകാരം ജീവിക്കുന്ന തൗഹീദുള്ള ഒരു ഇമാമ് നിൽക്കുന്ന മറ്റൊരു പള്ളിയുണ്ട് എങ്കിൽ നമുക്ക് അവിടേക്ക് എത്തിപ്പെടാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഞാൻ അതൊന്നും സാഹചര്യം ഉണ്ടായില്ല, ഒരു പള്ളിയിൽ കയറി പോയി നമ്മുടെ പോയി ഇമാമിനെ വിചാരണ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പൊതുവായി നമുക്കവിടെ ഇമാമിനെ പറഞ്ഞ് നിസ്കരിക്കാം. ആ ഇമാമിനെ ആദ്യം പോയി നിങ്ങളുടെ വിശ്വാസം നോക്കട്ടെ, ഇസ്തിഹാസ എന്തെങ്കിലും നിലപാട്, മറ്റൊരു നിലപാട്, ഇതൊക്കെ അറിഞ്ഞിട്ട് വേണമെങ്കിൽ ബാക്കി നിൽക്കാൻ എന്ന് നമ്മോട് അള്ളാഹു കൽപ്പിച്ചിട്ടില്ല. എന്ന് വ്യക്തമായി അങ്ങനെ അറിയുന്ന ശിർക്ക് പ്രചരിപ്പിക്കുന്ന അതിൻ്റെ വാഹനായി നിൽക്കുന്ന ഒരാളാണ് നമുക്ക് ബോധ്യമുണ്ടെങ്കിലോ നമുക്കവിടെ വേണമെങ്കിൽ അയാളുടെ കാര്യത്തിൽ തീരുമാനമെടുത്ത് മാറി നിൽക്കാം എന്ന് മാത്രം. അള്ളാഹു അലം.